ഈ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത് രാത്രിയിൽ വളരെ പ്രതീക്ഷയോടെ കടന്നു വന്ന ശ്രേഷ്ഠരായ ദൈവമക്കളെയും കർത്താവിൻ്റെ വലിയ ദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം ചൊല്ലുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായി നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും എല്ലാം ദൈവത്തിൻ്റെ വചനത്തിനായി ഒരുക്കി നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവസന്നിധിയിലായിരിക്കും. കഴിഞ്ഞ രാത്രി നാം ഒരുമിച്ച് ചിന്തിച്ച അതേ വേദചിന്തയിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വരികയാണ്. എല്ലാം ഓർമ്മയില്ലെങ്കിലും പ്രധാന പ്രതിപാദ്യ വിഷയം നിങ്ങളുടെ ചിന്തയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. For we are made partakers of Christ. ക്രിസ്തുവിൽ നാം പങ്കാളികളായി തീർന്നു. ആ പങ്കാളിത്തത്തിന്റെ 2 തലങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, അവന്റെ മരണത്തിന്റെ പങ്കാളിത്തം, that talks about our self denial. രണ്ടാമത്തെ ഭാഗം നാം ഒരുമിച്ച് ചിന്തിച്ചത് we are partakers of divine nature. അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തം. ഇന്ന് രാത്രി പല വിഷയങ്ങളുണ്ടെങ്കിലും നമ്മുടെ സമയത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് വളരെ ചുരുക്കം വാക്കുകളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഉപരിവിപ്ലവമായ പല അനുഭവങ്ങളും ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമാപനത്തോടെ കെട്ടടങ്ങിയെന്നിരിക്കും. എന്നാൽ നമ്മുടെ അന്തരംഗത്തിൽ വചനത്താലും ആത്മാവിനാലും കത്തിത്തുടങ്ങുന്ന ദൈവികാഗ്നി, ഉണർവിൻ്റെ ജ്വാല, അത് നിലനിൽക്കുന്നതായി, അത് നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുന്നതായി. സ്തോത്രം. ഈ ദിവസങ്ങൾ ദൈവം തീർക്കും എന്ന് ഞാൻ കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 12 verse 10. ആ വാക്യം ദൈവമക്കൾ ശ്രദ്ധിക്കുക. ലോകപ്രകാരമുള്ള പിതാക്കന്മാർ അവരുടെ മക്കളെ ബാലശിക്ഷ കഴിക്കുന്നത് അവർക്ക് ബോധിച്ച പ്രകാരവും കുറെ കാലത്തേക്കും. എന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ ബാലശിക്ഷ കഴിക്കുന്നത്, അവിടെ ശിക്ഷ അർത്ഥമാക്കുന്ന ബാലശിക്ഷയാണ്. എന്തിനു വേണ്ടിയാണെന്നാ പറയുന്നത്? എന്തിനു വേണ്ടിയാ? that we might be partakers of his. വന്ന് നമുക്ക് പറയാൻ തന്നെ ഒരു അല്പം പ്രയാസമുള്ള ഒരു പദമായി മാറിയോ എന്നൊരു സംശയം. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് എന്ന് വായിക്കുമ്പോൾ അതിനെ നമുക്ക് പരിഭാഷപ്പെടുത്തുവാൻ കഴിയും അവന്റെ വിശുദ്ധിയുടെ പങ്കാളിത്വം നമ്മൾ പ്രാപിക്കേണ്ടതിന്. മറ്റ് പല ഗുണങ്ങളെക്കാളും നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഗുണം. ഈ അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ പിള്ളേരെ അടിച്ചു തീറ്റത്തില്ലയോ? അമ്മമാരെന്നാ പറയുന്നു? കഴിഞ്ഞ ദിവസം ഒരു കർത്താവിൻ്റെ ദാസൻ ചോദിച്ചു, പാല് കുടിക്കാൻ അടി കൊണ്ടിട്ടുണ്ടോ മക്കളെ? പാല് കുടിക്കാത്തതിന് മമ്മി അടിച്ചിട്ടുണ്ടോ നിങ്ങളെ? അടിച്ചിട്ടില്ല. കുടിക്കുന്ന നല്ല നല്ല കുഞ്ഞുങ്ങളാ. ചോറുണ്ണാത്തതിന് അടിച്ചിട്ടുണ്ടോ? അതുമില്ല. വഴക്ക് പറഞ്ഞിട്ടെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അടിച്ചിട്ടുണ്ടെന്ന് മോള് പറഞ്ഞു. എന്നാൽ നിങ്ങളെ ആരെയെങ്കിലും KFC കഴിക്കാത്തതിന് വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? അതിനെന്നെ വഴക്ക് പറയാനല്ലേ? അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വയം കഴിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചോദിച്ച് കഴിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മളെ അവരെ അടിച്ചു തീറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ? ഇവിടെ എന്നാ നമ്മൾ വായിക്കുന്നേ? ഹോളിനെസ്,
പാർട്ടേക്കിംഗ് ഓഫ് ഹിസ് ഹോളിനെസ്. അത് എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെന്നാന്നോ? അങ്ങനെയാ നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് വേണേ എടുത്തോ. ഈസ് ഇറ്റ് ഓപ്ഷണൽ? ഹോളിനെസ് ഈസ് ഓപ്ഷണൽ? ഈസ് ഇറ്റ് സീസണൽ? എടുത്തില്ലേല് അടിച്ചെടുപ്പിക്കുമെന്ന്. നമുക്ക് വല്ലവും ബാലശിക്ഷ കൂടുതൽ കിട്ടുന്നെങ്കിൽ എൻ്റെ വിശ്വാസം അത് മറ്റൊന്നിനും വേണ്ടിയുള്ളതല്ല. അവന്റെ വിശുദ്ധിയുടെ പങ്കാളിത്തം നമ്മൾ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാ. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സഭയിൽ വെച്ചത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി ഉത്തരം പറയാൻ കാണും, ഒത്തിരി ഉത്തരം. പക്ഷെ ഒന്നാമത് എഴുതേണ്ട ഉത്തരം മറ്റൊന്നുമല്ല, അവന്റെ വിശുദ്ധിയുടെ പങ്കാളിത്തം നാം ഓരോരുത്തരും വ്യക്തിപരമായും ദൈവസഭയായും പ്രാപിച്ചെടുക്കേണ്ടതിന്. ആ വിശുദ്ധീകരണത്തിന്റെ അളവ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നതെന്നറിയാമോ? ആ വാക്യം ഒന്ന് വായിച്ചേ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെയും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ എന്നാ ചെയ്യണം? തികച്ചുകൊള്ളുക. അതിന്റെ അളവെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗാഡ്. അപ്പൊ അളവെന്ന് പറയുന്നത് പെർഫെക്ഷനാണ്. അതിൽ കുറഞ്ഞ ഒരു കാര്യവുമായിട്ട് ദൈവത്തിന് കോംപ്രമൈസ് ഇല്ല. ഇത്രയൊക്കെ ആയല്ലോ എന്ന് നമുക്കൊരു ആത്മസംതൃപ്തി ചിലപ്പോഴൊക്കെ ഉണ്ടല്ലേ? നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ലേ? ഉണ്ടെന്നേ, പെന്തിക്കോസുകാരായ നമുക്കുണ്ട്. ഇത്രയൊക്കെ ആയല്ലോ, അവരെക്കാട്ടി ഭേദമാണല്ലോ എന്നൊക്കെ ഒരു ചിന്ത നമുക്ക് പലപ്പോഴും ഉണ്ട്. ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കത്തില്ലല്ലോ. സ്തോത്രം. നമുക്ക് അങ്ങനെ ഒരു സ്വയം സംതൃപ്തിയിൽ നമ്മൾ പലപ്പോഴും കഴിയുന്നവരാ. പക്ഷേ എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് ഇന്നാരേക്കാൾ അവൻ ഭേദമാ, കൊള്ളാം, കുഴപ്പമില്ലെന്ന് തമ്പുരാൻ ഒരിക്കലും പറയത്തില്ല. ഒറ്റ മാർക്കേ ദൈവത്തിനുള്ളൂ. അതെന്താണെന്നറിയോ? പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗാഡ്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതിലേക്ക് ഞാൻ തിരിയുന്നില്ല, തിരിഞ്ഞാൽ വിഷയം മാറി. ജഡത്തിലെയും ആത്മാവിലെയും പുറത്തും അകത്തുമുള്ളത് സൗകര്യം പോലെ മാറ്റാനല്ല, ഒക്കുന്നതൊക്കെ മാറ്റാനല്ല, സകലവും ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെയല്ല, സകല കന്മഷങ്ങളെയും നീക്കി. ഒരു പ്രവാചകനും തലയിൽ വെച്ച് കൈവച്ച് പറയേണ്ട കാര്യമില്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയുവാൻ അത്യന്താപേക്ഷിതമായത് എന്തൊക്കെ ഇന്ന് രാത്രി നമ്മളിൽ അവശേഷിക്കുന്നു എന്നുള്ളത്. മറിഞ്ഞിരിക്കുന്നത് വല്ലതും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആ നിലയിൽ ഇടപെടും. ഇവിടെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവെ, മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ഈ 20 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടോ? വെളിപ്പെട്ടു വന്നോ മാറ്റിയിട്ടില്ല, ഇനി മറിഞ്ഞിരിക്കുന്നത് അപ്പാൻ പോവല്ലേ? എത്രയോ കാലമായി വെളിപ്പെടുത്തപ്പെട്ടത് നമ്മുടെ കയ്യിലിരിക്കുമ്പോ, സുരക്ഷിതമായി നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുമ്പോ, ലോക്കറി വെച്ചിരിക്കുന്നത് പോലെ വെച്ചിരിക്കുമ്പോ, ഇനി മറിഞ്ഞിരിക്കുന്ന എന്നാ വെളിപ്പെടുത്താനൊക്കെ ഉണ്ടോ? അന്തരീക്ഷം പോകുമെന്ന് എനിക്കറിയാം. ഇനി അധികം എനിക്ക് നിങ്ങളോട് പറയാനും അവസരം അധികമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് വല്ലതും പറയാനുള്ളത് പറഞ്ഞേച്ചങ്ങ് പോവാ. നേരത്തെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ പിണങ്ങിയാൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, നമുക്ക് എപ്പോഴും കാണണമായിരുന്നു. പക്ഷെ ഇനി അങ്ങനൊന്നും കുഴപ്പമില്ല, ഇച്ചിരി അകലത്തിലായതുകൊണ്ട് കുഴപ്പമില്ല. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെയും നീക്കി നമ്മെ തന്നെ
വെടിപ്പാക്കി ദൈവ ഭയത്തിൽ എന്തോ ചെയ്യണം? വിശുദ്ധിയെ തികയ്ക്കണം. വല്ലപ്പോഴും ഒക്കെ സഭായോഗമോ ഇടയോഗമോ കഴിയുന്ന സമയത്ത് സഹോദരന്മാർ പാടിത്തരികയാണെങ്കിൽ വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാം എന്ന് കൈയടിച്ച് പാടിയച്ച് പോകാനല്ല. ഊണിലും ഉറക്കത്തിലും സകല പ്രവർത്തന മേഖലകളിലും നമ്മുടെ അകത്ത് നിറയേണ്ട ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് വിശുദ്ധിയെ തികയ്ക്കണം, അവന്റെ വിശുദ്ധിയുടെ പങ്കാളിത്തം എനിക്ക് പ്രാപിക്കണം എന്നുള്ളതാ സ്വത്രം. മറ്റ് ലക്ഷ്യങ്ങളൊന്നും നേടുവാൻ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഉതകിയില്ലെങ്കിലും കുഴപ്പമില്ല ദൈവമക്കളെ. വിശുദ്ധിയുടെ പടവിൽ ഒരു ചുവട് കൂടെ ചവിട്ടുവാൻ വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, സഭയ്ക്ക് കാരണമായി തീരുമെങ്കിൽ സ്വർഗം അതിൽ പ്രസാദിക്കുന്നു എന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, പെന്തക്കോസ്തിന്റെ മുഖമുദ്ര എന്താ? What is the mark of Pentecostalism? പറയൂ എന്താ? എന്താ? കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരനുമായിട്ട് വളരെ സമയം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അദ്ദേഹം മൊത്തത്തിൽ സംസാരിച്ചു വരുമ്പോ ഒന്നും ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ, അങ്ങനല്ലേ? എല്ലാം ഓക്കെ. ആ ഒരു പരുവത്തിലേക്ക് നമ്മളൊക്കെ വന്നിരിക്കുക. ഈ മോഡേൺ ട്രെൻഡ്സുമായിട്ട് സംബന്ധിച്ച ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് ഓക്കെ. അങ്ങനെയല്ലയോ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ പറയും ഇറ്റ്സ് ഓക്കെ ഡാഡ്, ഇറ്റ്സ് ഓക്കെ മാം, ഇറ്റ്സ് ഓക്കെ പാസ്റ്റർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ തമ്പുരാൻ അതുമായിട്ട് എഗ്രി ചെയ്യുമെന്ന്? പെന്തക്കോസ്തിന്റെ മുഖമുദ്ര എന്താ? എന്താ? പണ്ട് നമ്മുടെ മുഖമുദ്രകളായിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. വെള്ള വസ്ത്രം, അത് ഞങ്ങള് ഉപദേശിമാര് പിന്നെ നിർബന്ധത്താലൊക്കെ ഇടും. അവസരം കിട്ടിയാൽ ഞങ്ങളും കളർ ഇടും. വെള്ളത്തുണിയുടെ കാലമൊക്കെ പോയില്ലേ? പിന്നെന്തോ വെള്ള ഇല്ലെങ്കിൽ കുഴപ്പമില്ലെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ എന്തുവായിരുന്നു പെന്തക്കോസ്ത്? ആഭരണം. അത് വല്ല വിഷയമാണോ ഇപ്പൊ? പുറമെയൊക്കെ നമുക്കില്ലെന്ന് പറഞ്ഞാൽ ആ മുഴുവൻ നമ്മളിങ്ങനെ ഒറ്റ വാചം ചോദിക്കട്ടെ, നമ്മൾ ആഭരണ വർജനമൊക്കെ ആചരിക്കുന്നവനാണെങ്കിലും ഒരവസരം കിട്ടിയ ഇടയ്ക്ക് എനിക്ക് അറിഞ്ഞുകൂടാ എന്തിനാ ഈ ചോദ്യം കയറി വരുന്നത്. അടുത്ത ആഴ്ച തൊട്ട് ആഭരണം ഇടേണ്ടി വരില്ല പാസ്റ്റർ പറയത്തില്ലേ? ഇട്ടുകൊണ്ട് വരാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളിസി നമ്മളങ്ങ് മാറ്റി അടുത്ത ആഴ്ച തൊട്ട് ഇടേണ്ടിയവർക്ക് എല്ലാവർക്കും ഇടാമെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇതിനകത്ത് ഇട്ടുകൊണ്ട് വരുന്നവരുണ്ടാവും. കടയെ വാങ്ങിക്കാൻ പോകണ്ടല്ലോ, ലോക്കറിനകത്ത് ഇരിപ്പുള്ള പുള്ളികളുണ്ട്. പ്രത്യേകിച്ച് പർച്ചേസിങ്ങിനൊന്നും പോകേണ്ട കാര്യമില്ല. ഒരിക്കൽ ദൈവാത്മാവിൽ ഞാനൊരു സഭയിൽ ഇങ്ങനെ ഈ വിഷയം ഇടയ്ക്ക് കയറുമെന്നൊരു ദൂത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ വീട്ടിലെ ഷെൽഫിനകത്ത് അതിനകത്ത് വെച്ചിട്ട് ആരുമില്ലാത്ത സമയത്ത് അതൊന്ന് എടുത്തേച്ച് കണ്ണാടിയുടെ മുമ്പിൽ മൊത്തത്തിൽ നോക്കിയേച്ച് പിന്നെ അഴിച്ച് അതിനകത്ത് വെക്കുന്ന ഒരു പരിപാടി നിനക്കില്ലയോ എന്ന് ചോദിച്ചു. ഇതിനകത്ത് ആരോ ഉണ്ടെന്ന് തോന്നുന്നു. അടുത്ത ആഴ്ച വന്നിട്ട് പറഞ്ഞു ആ ദൂതിന്റെ മുമ്പിൽ എല്ലാം വിറ്റെന്ന് പറഞ്ഞു. അതുവരെ വിൽക്കാതെ വെച്ചേക്കുമായിരുന്നു, മൊത്തം വിറ്റെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദശാംശം കൊണ്ടുവരണം, ദൈവവേലയ്ക്ക് വേണ്ട, എനിക്ക് വേണ്ട, ദൈവവേലയ്ക്ക് വേണ്ടി കൊണ്ടുവരണം. നമ്മൾ മുഖമുദ്രയെന്ന് ഒരു കാലത്ത് പറഞ്ഞത് പലതും നമുക്ക് ഇന്നെടുത്ത് പറയാനില്ല. എന്താ അന്യഭാഷയോ, വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നതോ, ഇതൊക്കെ എല്ലാവർക്കും ആയി. ആർക്കാ ഇല്ലാത്തേ? എല്ലാവർക്കും ആയി. ഒറ്റ ചോദ്യം എടുത്തു പറയാൻ എന്നാ ഉണ്ട് നമുക്ക്? ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വി കീപ് ഡിസ്റ്റൻസ്. മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ്, ഡു വി കീപ് ദ ഡിഫറൻസ്? അല്ലേ? നമ്മൾ പലതിൽ നിന്ന് ഒരകലം കാത്തു സൂക്ഷിക്കുന്നത് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. അത് പ്രത്യക്ഷത്തിലേ ഉള്ളൂ. പക്ഷെ വ്യത്യസ്തത കാത്തു സൂക്ഷിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട് ദൈവമക്കളെ? പെന്തക്കോസ്തിന്റെ മുഖമന്ത്രി മുൻപറഞ്ഞ കാര്യങ്ങൾ ഒന്നുമല്ലാതെ ആയിരുന്നു, നേരെ മറിച്ച് ഒന്നിന്റെ വെളിച്ചത്തിലായിരുന്നു ഇതൊക്കെ ആചരിച്ചത്. അത് മറ്റൊന്നുമല്ല, വേർപാടും വിശുദ്ധിയും. വേർപാടും വിശുദ്ധിയും.
വേർപാടും വിശുദ്ധിയും. ഈ രാത്രി ദൈവവചനത്തിന്റെ മുമ്പിലായിരിക്കും ദൈവമക്കളെ, നമുക്ക് ആ മുഖമുദ്രയിലേക്ക് ഒന്നും മടങ്ങി വരുവാനുള്ള സമർപ്പണം ഈ ഉപവാസ പ്രാർത്ഥന നിമിത്തം ഉണ്ടായെങ്കിൽ എത്ര നന്നായിരുന്നു. നാം സാധാരണ മനുഷ്യരെ പോലെയാണെങ്കിൽ എന്തു പ്രയോജനം നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട്? സ്തോത്രം. ഞാൻ പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു വാചകമുണ്ട്. ഇന്ന് രാത്രി അത് ഞാൻ ഇവിടെയും ആവർത്തിക്കുകയാണ്. ബി ഡിഫറെന്റ് and make the difference. നീയും ഞാനും വ്യത്യസ്തരായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് വ്യത്യസ്തതകൾ ഉളവാക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നാടോടുമ്പം നടുവയോടാൻ, ചേരത്തിനുന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ നടുത്തുണ്ടം തിന്നാൻ പലരും നമ്മെ പ്രബോധിപ്പിക്കുന്ന ഈ തലമുറയുടെ നടുവിൽ സ്തോത്രം, ഒഴുക്കിനെതിരെ നിൽക്കുവാൻ, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഒഴുക്കിനെതിരെ നിൽക്കുവാൻ സമർപ്പണമുള്ള ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഒത്തിരി പേര് നിന്റെ കൂടെ നിൽക്കാൻ ഉണ്ടാകത്തില്ല. ഈ രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ സഭയോട് പറയുകയാണ്, നീ പ്രമാണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നീ ജീവിത വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ, നിന്നോടുകൂടെ നിൽക്കുവാൻ ഒരുപാട് പേരെ നിനക്ക് കിട്ടണമെന്നില്ല. എന്നാൽ ഈ രാത്രി ഉറപ്പിച്ച് ഞാനൊരു കാര്യം പറയാം, ആരും നിന്റെ കൂടെ നിന്നില്ലെങ്കിലും നിന്റെ ദൈവം നിന്നോടുകൂടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം മുഴുവൻ നിന്റെ കൂടെ നിൽക്കുകയും ദൈവം നിന്നിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്താൽ നീ ഭൂരിപക്ഷമല്ല, നീ ന്യൂനപക്ഷമാ. എന്നാൽ ലോകം മുഴുവൻ നിനക്ക് വിരോധമായി നിൽക്കുകയും നിന്റെ ദൈവം നിന്നോട് കൂടെ നിൽക്കുകയും ചെയ്താൽ ഈ രാത്രി ദൈവാത്മാവ് ഇതിനോട് പറയുന്നു, നീയാണ് ഭൂരിപക്ഷം. Hallelujah. With God you are a majority. ആൾക്കൂട്ടം നമുക്ക് ഇഷ്ടം, എനിക്കും ഇഷ്ടമാണ്. എന്റെ സഭയില് ആള് കൂടാൻ വേണ്ടി ഞാൻ അധ്വാനിച്ചവനും പ്രാർത്ഥിച്ചവനും ഒക്കെയാണ്. പക്ഷെ സാഹചര്യങ്ങളുമായിട്ടെല്ലാം കോംപ്രമൈസ് ചെയ്തിട്ട് ആൾക്കൂട്ടം ഉണ്ടെന്നുള്ളതിൽ അഭിമാനിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പായിട്ട് കർത്താവിനോട് നിൽക്കാനാ ദൈവം നമ്മളെ വിളിച്ചത്. സമയം ഓടുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബി എ പാർട്ടേക്കർ ഓഫ് ഹിസ് ഹോളിനെസ്. ഹഗിയോസ് എന്ന മൂലപദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? സെപ്പറേഷൻ from profane and common use to a holy and divine purpose. എന്ന് പറഞ്ഞാൽ സാധാരണമായതോ അശുദ്ധമായതോ ആയ ഒരു ഉപയോഗത്തിൽ നിന്നൊരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ ശുദ്ധീകരിച്ച് ദൈവിക ഉദ്ദേശത്തിനായി മാറ്റിവെക്കുന്ന പ്രക്രിയക്കാണ് മൂലപദത്തിൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശുദ്ധി എന്ന് പറയുന്നത്. നമുക്കറിയാം, അശുദ്ധമായ ഉപയോഗങ്ങളുണ്ട്, സാധാരണമായ ഉപയോഗങ്ങളുണ്ട്, എന്നാൽ വിശുദ്ധമായ ഉപയോഗങ്ങളുണ്ട്. നമുക്കറിയാം, സമാഗമന കൂടാരം, ആ കൂടാരത്തിലെ ഉപകരണങ്ങൾ, പാത്രങ്ങൾ, അതിനെയൊക്കെ മോശ എന്തോ ചെയ്തെന്നറിയാവോ? sanctified. Ultimately those instruments and vessels were consecrated to the Lord. Consecration എന്ന പദത്തിനകത്ത് രണ്ട് ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. Number 1 is separation, number 2 is sanctification. ആ സാധനങ്ങളെ ആദ്യം മറ്റുള്ളതിൽ നിന്ന് മാറ്റിവെച്ചു, എന്നിട്ട് അതിന്റെ മേൽ തൈലം ഒഴിച്ചിട്ട് അതിനെ വിശുദ്ധീകരിച്ചു. ഈ രാത്രി എന്നെ കേൾക്കുന്ന യുവമക്കളെ, അഹരോനെ അവന്റെ പുത്രന്മാരെ മറ്റുള്ളവരുടെ നടുവിൽ നിന്ന് മാറ്റി നിർത്തി അവരുടെ മേൽ അഭിഷേക തൈലമൊഴിച്ച് ദൈവിക പ്രവൃത്തിക്കായി മാറ്റിയതുപോലെ ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവവേദന നീ മനസ്സിലാക്കണം. You are separated and sanctified for the Lord. That's why you are consecrated unto the Lord. Children, we used to sing,
Consecrate me now to thy service, Lord. Do you see? No, never. You don't know that song? I am thine, O Lord. You know that song? I just said one of the stanzas of that song. Okay, try to sing that song later. Consecration. See, we are consecrated to the Lord. ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു കൂട്ടമാകിയാൽ, you are not supposed to be used for a profane thing, an unclean purpose. You are sanctified to serve the Lord. ദൈവത്തെ സേവിക്കാൻ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു പാത്രമാ. അശുദ്ധിയുമായിട്ട് പുലബന്ധം പോലും പുലർത്താൻ എനിക്കും നിനക്കും അവകാശമില്ല. അറിയാതെ ഒരു അശുദ്ധിയുടെ അംശം വന്നാൽ അപ്പോൾ തന്നെ അതിനെ കഴുകി ശുദ്ധീകരണം പ്രാപിക്കാൻ എന്നെയും നിന്നെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഈ രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം. സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് 1:14-15 വാക്യങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. പണ്ട് ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നേ, പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. ആർക്കെങ്കിലും നിങ്ങളുടെ ഇന്നത്തെ കാര്യമാണ് പറയുന്നതെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തുന്നെങ്കിൽ ഇന്നതിനെ അവസാനിപ്പിച്ചിട്ട് നാളെ പറയുമ്പോൾ പണ്ട് എന്ന് പറയാനുള്ള പ്രാഗൽഭ്യം ദൈവത്തിന്റെ മക്കൾ ഉണ്ടാകണം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത്, അറിയായ്മയുടെ കാലത്ത്, തിരിച്ചറിവില്ലാത്ത കാലത്ത്, ദൈവവചനം മനസ്സിലാക്കാത്ത കാലത്ത്, ദൈവാലോചന കേൾക്കാത്ത കാലത്ത്, ഹല്ലേലൂയ, ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ ഒറ്റ വാചകം ചോദിക്കട്ടെ. പണ്ട് അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ ഇന്ന് രാത്രിയും അകത്തളത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിക്കുന്നുവെങ്കിൽ ദൈവാത്മാവിന് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്, ആ സ്ഥിതിക്ക് ഇന്ന് രാത്രി ഭേദം വരണം. സ്തോത്രം. മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും പദപ്രയോഗങ്ങൾ പ്രസക്തമായി എടുത്തു പറഞ്ഞാൽ വ്യാഖ്യാനിക്കാൻ പോയാൽ സമയമെടുക്കും. എല്ലാ നടപ്പിലും ആരാകാനാ പറയുന്നേ? വിശുദ്ധരാകാനാ പറയുന്നേ. നമ്മെ അവൻ വിശുദ്ധരായി ആദ്യം പ്രഖ്യാപിച്ചു. ഇവിടെ ആളുകളൊക്കെ ജീവിച്ച് മരിച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോഴാ പലരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മെ തിരഞ്ഞെടുത്ത് നമ്മെ കഴുകിയിട്ട് ആദ്യ പ്രഖ്യാപനം എന്ന് പറയുന്നത്, ഇവൻ എനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്, ഇവൾ എനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടവളാണ്. സ്വർഗം അത് പ്രഖ്യാപിച്ചേച്ചാ പറയുന്നേ, ഇനി നീ വിശുദ്ധിയോടെ ജീവിക്കണം, എന്റെ വിശുദ്ധിയുടെ പങ്കാളിത്തം നീ പ്രായോഗികമാക്കണമെന്ന്. എന്നിട്ടാണ് എന്നോട് നിങ്ങളോട് സംസാരിക്കുന്നത്. Praise the Lord. Hallelujah. എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. പിന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റ് കൊട്ടേഷൻ വരുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും ആരായിരിക്കണം? നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അവന്റെ പങ്കാളിത്തം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി ഇടപെടുന്നു. ഈ ദിവസങ്ങളിൽ വിശുദ്ധീകരണത്തിനായിട്ടൊരു സമയം. ഒരു വാചകം കൂടെ പറഞ്ഞ് ഞാൻ അവിടെ നിർത്തിയ ആ ഭാഗം. ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടാ പിന്നെ എന്നെ നിങ്ങളെ എന്നാത്തിന് കൊള്ളാം? എന്നാ എടുത്തു പറയാനുള്ളേ? എന്നാ ശ്രേഷ്ഠത നമുക്ക് എടുത്തു പറയാനുള്ളത്? പറ. ഡിഗ്രിയോ? കെട്ടുകണക്കിന് അപ്പുറത്തെ പുള്ളി വെച്ചേക്കുക. സൗന്ദര്യോ? കണ്ണാടി നോക്കിയാൽ മതി. എന്നാ പിന്നെ എടുത്തു പറയാവുള്ളേ? പക്ഷേ ലോകത്തിന് ഒരു പക്ഷെ മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിൽ എനിക്കും നിനക്കും വിലയേറിയതൊന്നുണ്ട്: കാത്തു സൂക്ഷിക്കുന്ന ജീവിത വിശുദ്ധി. Keep it up.
ദൈവത്തിന് വേണ്ടി വിശുദ്ധൻ എന്നറിയപ്പെടുന്നതിനേക്കാൾ വലിയൊരു പദവിയില്ല. അടുത്ത കാര്യം, 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. 4-മത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 9-ാം വാക്യം, വേഗത്തിൽ തൊട്ട് പറഞ്ഞ അവസാനം. 1 Corinthians chapter 9 verse 23. And this I do for the gospel's sake, that I might be partaker thereof with you. മലയാളത്തിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. എനിക്ക് എന്തിൽ പങ്കാളിയാകണമെന്ന് പൗലോസിന്റെ വാഞ്ചയെന്നറിയാം. സുവിശേഷത്തിൽ ആ അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കണം. അത് തന്നെ ഒരു എക്സജസിസിനുള്ള പാർട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വായിച്ചുകൊള്ളുക. See, whatever he is doing, whatever he is suffering, Paul says it is for the sake of the gospel. ഒറ്റ വാക്കിൽ ഞാൻ അങ്ങ് പറയാം, പൗലോസിന്റെ വാഞ്ച എന്താണെന്നറിയാം? I want to be a partaker of his mission. നിങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ചും മിഷൻ ടീം പോയതിനെ കുറിച്ചും ഒക്കെ കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷവും വളരെ അഭിമാനവുമുണ്ട്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നമ്മൾ ചാന്ദ്രയാൻ ദൗത്യം എന്നൊക്കെ കേട്ടോ? നിങ്ങളെല്ലാം കേട്ടോ? അതാരുടെ ദൗത്യമായി ചാന്ദ്രയാൻ ദൗത്യം? ഏത് രാജ്യത്തിൻ്റെതാ? കുഞ്ഞുങ്ങളും എല്ലാം കേട്ടോ? അവിടെ നമ്മൾ ഏതാണ്ട് കൊണ്ട് ഇറക്കിയല്ലേ? അടുത്ത ലക്ഷ്യം അവിടെ കൊണ്ട് ഇനി മനുഷ്യനെ ഇറക്കുന്ന പരിപാടിയാ. ചൊവ്വാ ദൗത്യം എന്ന് പറയുന്നത് കേട്ടോ? ചൊവ്വാ ദൗത്യം അല്ലേ? കാനോച്ചന്റെ ഭാഷയെ പറഞ്ഞാൽ മനുഷ്യൻ ഒരു പക്ഷേ ചൊവ്വായി പോകുമോ? ബുക്കിംഗ് നടക്കുന്നുണ്ട്, റിട്ടേൺ ടിക്കറ്റ് ഇല്ലെന്നേ ഉള്ളൂ. അതിനും ബുക്ക് ചെയ്തിട്ട് ഒത്തിരി പേരിരിക്കുക ചൊവ്വായിപ്പാൻ. കാനോച്ചൻ പറഞ്ഞു മനുഷ്യൻ്റെ ഒരു പക്ഷേ ചൊവ്വായി പോകും, പക്ഷെ ഒരു കാലത്തും ചൊവ്വായി പോകുകയല്ലെന്ന് പറഞ്ഞു. കാനോച്ചൻ്റെ ഞാൻ കടമെടുത്തത്, എൻ്റെ അല്ല. ചൊവ്വായിലൊക്കെ പോകും, ശരിയായി പോകുകയല്ലെന്ന്. ഒരുപാട് ദൗത്യങ്ങൾ മനുഷ്യൻ ഏറ്റെടുത്തിട്ടുണ്ട്. അനേക ദൗത്യങ്ങൾ വിജയിച്ചിട്ടുണ്ട്, പലതും പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മാനവചരിത്രം കണ്ടതിൽ ഏറ്റവും വലിയ ദൗത്യം എന്തെന്നറിയാം? ഒരു ചിന്തകൻ പറഞ്ഞിട്ടുള്ളത് പോലെ, God had only one son. He sent him as a missionary. And we are privileged to partake that great mission. എൻ്റെ നിന്റെ ഈ ആയുസ്സിൽ പങ്കാളിത്തം വഹിക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം എന്താണെന്നറിയാം? സുവിശേഷത്തിന്റെ പങ്കാളിത്തം. യേശു ചെയ്ത പ്രവൃത്തിയുടെ തുടർച്ച. കർത്താവ് തന്റെ അരുമ ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചു. അത് ശിരസ്സ ഏറ്റെടുക്കാൻ നമുക്ക് ലഭിച്ച പദവി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, കൊച്ചു കാര്യമല്ല ദൈവമക്കളെ. സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നത് നാണം കെട്ട കാര്യമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇതുപോലെ അഭിമാനകരമായ മറ്റൊരു കാര്യമില്ല. ആയിരക്കണക്കിന് ആളുകൾ നെഞ്ചും നെറ്റിയും കൊടുത്ത് ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ട് പങ്കാളിത്തം വഹിച്ച അതിശ്രേഷ്ഠമായ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തല്ലോ. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്കെന്ന് പാടുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? എത്ര നാളായി നമ്മളത് പാടാൻ തുടങ്ങിയിട്ട്? വല്ലപ്പോഴും ഒക്കെ സഹോദരന്മാരെ നിങ്ങൾ പാടാറുണ്ടായിരിക്കും അല്ലേ? പാടി ഞാൻ പരമേശ്വരന് സതതം എന്ന് പാടി വരുന്ന കൂട്ടത്തിൽ നമ്മൾ 3-ാമത്തെ സ്റ്റാൻസിലേക്ക് വരുമ്പോൾ, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ഭാഗ്യക്കുറി അടിച്ചു, പത്രത്തിൽ പരസ്യം വന്നു. പക്ഷേ ഞാൻ അതുകൊണ്ട് എന്ന് എന്റെ ലോക്കറിനകത്ത് പൂട്ടിവെച്ചിരിക്കുക. ഇതാ നമ്മൾ പലപ്പോഴും പാടുന്നത്, ഭാഗ്യം എനിക്ക് ലഭിച്ചു, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല ഞാനത് പറയുന്നത്.
ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ സുവിശേഷത്തിന്റെ പങ്കാളിത്തം വഹിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവമക്കളെന്ന് ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടാൻ നമുക്ക് അവകാശമില്ല. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത്: സുവിശേഷത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു സഭയ്ക്കോ ഒരു വിശ്വാസിക്കോ have no right to exist, നിലനിൽക്കാനുള്ള അവകാശമില്ലെന്നാ പറഞ്ഞു. സുവിശേഷത്തിൽ പങ്കാളിത്തം വഹിക്കുന്നില്ലെങ്കിൽ ഈ സഭ വഹിക്കുന്ന എല്ലാ പങ്കാളിത്തത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് സുവിശേഷം സംബന്ധിച്ച് ദൗത്യം ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞ പദങ്ങളൊക്കെ പ്രസക്തമാണ്. സമയം പരിമിതിയുണ്ട്. മത്തായി സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെയാണല്ലോ വായിക്കുന്ന അവസാന ഭാഗങ്ങളിൽ: കമ്മീഷനിങ്, ഗോ therefore and teach all the nations. പോയി സകല ജാതികളെയും എന്നാ ചെയ്യണമെന്നറിയാം? ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്, ടീച്ച് എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ മർക്കോസ് 16:15-16 വരുമ്പോൾ go therefore and preach the gospel, അവിടെ പറയുന്നത് പ്രസംഗിക്കാനാ പറയുന്നത്. മത്തായിയിൽ ടീച്ച്, മർക്കോസിൽ വരുമ്പോൾ preach. അപ്പോസ്തല പ്രവൃത്തി 1:8 വരുമ്പോൾ എന്താ പറയുന്നത്? You shall be my witnesses. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദയിൽ, ശമരിയിൽ, ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. മാർട്ടൂറിയോൻ എന്ന് പറഞ്ഞാൽ വെറും സാക്ഷികളല്ല. സഭായോഗത്തിന് എഴുന്നേറ്റ് നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു എന്ന് പറയുന്ന സാക്ഷ്യമല്ല അവിടെ അർത്ഥമാക്കുന്നത്. നേരെ മറിച്ച് അവന്റെ വചനവുമായി അവന് വേണ്ടി ആവശ്യം വന്നാൽ രക്തസാക്ഷികളാ. മാർട്ടയർ എന്ന പദത്തിന്റെ മൂലപദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവന് വേണ്ടി രക്തസാക്ഷികൾ. എന്നാൽ യോഹന്നാൻ 20:20 വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നറിയാമോ? പിതാവ് എന്നെ അയച്ചതുപോലെ, as my father has sent me, I send you. ഞാൻ നിങ്ങളെ അയക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അവിടെ ഉപയോഗിച്ച് സെൻഡ് എന്നുള്ളതിന്, നമ്മെ സെൻഡ് ചെയ്യുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് എന്നർത്ഥം വരുന്ന ഒരു പദമാണ്. ചിലൻ, can you tell me the difference between just sending and transmitting? What is the difference? It's not transferring, it is transmitting. Transmission, you don't know? Physics? No idea. എന്നാ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിരിക്കുന്ന ഈ ഹാളിനകത്ത് ഇപ്പൊ നിങ്ങൾ എന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷെ ആയിരക്കണക്കിന് ശബ്ദബീജികൾ ഇതിനകത്ത് നിറഞ്ഞു നിൽപ്പുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം. ആയിരക്കണക്കിന് ശബ്ദബീജികൾ ഇതിനകത്തുണ്ട്. എങ്ങനെയാ അത് ഇതിനകത്ത് വന്നത്? എവിടുന്നൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ലോകത്തിന്റെ 5 വൻകരകളിൽ നിന്ന് അയക്കുന്നതാ. അതിന്റെ ശാസ്ത്രം പറയാൻ ഞാൻ തുനിയുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് മൈക്ക് കൊടുത്താൽ അവർ പറയും അതെങ്ങനെ ഇങ്ങനെ എത്തുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ അങ്ങനെ അയക്കപ്പെടുന്ന ശബ്ദവീജികൾക്ക് കടലെന്നോ കരയെന്നോ ഭിത്തിയെന്നോ മരുഭൂമിയെന്നോ എന്നുള്ളതൊന്നും ഒരു തടസ്സമല്ല. എല്ലാത്തിനെയും താണ്ടിയിട്ടുണ്ടല്ലോ. അത് യാത്ര ചെയ്യും, അത് യാത്ര ചെയ്യും. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുമ്പം അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത്: I transmit you. ഓ ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ അയക്കുക. ഇന്നേക്ക് 2000 കൊല്ലം മുമ്പ് നമ്മുടെ കർത്താവ് ഇത് പറയുമ്പം നമുക്കിന്നുള്ള ആധുനിക സൗകര്യങ്ങളില്ലായിരുന്നു. നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കേണ്ടതിന് ഞാൻ ഉപയോഗിക്കുന്ന ഈ മൈക്രോഫോൺ സിസ്റ്റം പോലും ഇല്ലായിരുന്നു. മറ്റ് യാതൊരു ആധുനിക സൗകര്യങ്ങളും മാധ്യമങ്ങളും യാത്രാ സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്ത് നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു: I transmit you.
ഹല്ലേലൂയ. ആ വാക്കിന്റെ വെളിച്ചത്തിൽ കടലുകളെ താണ്ടി, വൻകരകളെ താണ്ടി, പ്രതികൂലങ്ങളെ താണ്ടി സത്യസുവിശേഷത്തിന്റെ സാക്ഷ്യവുമായിട്ട് തന്നെ അപ്പോസ്തലന്മാർക്ക് വൻകരകളെ കീഴടക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ദൈവസഭയോട് ഞാൻ പറയുകയാണ്, അവന്റെ വാക്കിന്റെ ശക്തി എന്താണെന്ന് അറിയാമോ? നീ ഒന്ന് ചുവട് വയ്ക്കുവാൻ തയ്യാറായാൽ നിനക്ക് മുമ്പിലുള്ള പ്രതികൂലങ്ങൾ വഴിമാറിയിട്ട് ഹല്ലേലൂയ എത്തേണ്ട സ്ഥാനങ്ങളിൽ നിന്നെ എത്തിക്കുവാൻ, സുവിശേഷത്തിന്റെ വീഴ്ചകളെ എത്തിക്കുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് പറയുകയാണ്. Hallelujah. Be a partaker of his mission. അവന്റെ ദൗത്യത്തിന്റെ പങ്കാളിത്തം നമ്മൾ പ്രാപിക്കണം. ലോകത്തിലെ ഏറ്റവും നല്ല പ്രവൃത്തി ഏതാണ്, വേല ഏതാണെന്ന് ചോദിച്ചാൽ പെന്തിക്കോസുകാരെല്ലാം പറയും സുവിശേഷ വേല. പറയുമോ നിങ്ങൾ? ഇവിടെ ആരും പറയത്തില്ല. The mark of a great church is not its seating capacity but its sending capacity എന്ന ഒരു ചിന്തകം പറഞ്ഞിട്ടുണ്ട്. എത്ര വലിയ ഇരിപ്പിടങ്ങൾ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതല്ല. ഈ ഖത്തറിന്റെ മണ്ണിലും ഒരുപാട് ഊറ്റം കൊണ്ട ചില അച്ചായന്മാരുടെ മുഖത്ത് നോക്കി ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഊറ്റം കൊള്ളുന്നതൊക്കെ കൊള്ളാം, തലമുറയിൽ ഒന്നിനെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തു വച്ചാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഡോക്ടറാക്കി, എഞ്ചിനീയറാക്കി, ഓസ്ട്രേലിയ വിട്ടു, അമേരിക്ക വിട്ടു. നല്ല കാര്യം. കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തോ? ഏറ്റവും നല്ല വേല ഏതാ? സുവിശേഷ വേല. ഒരു ഉപദേശി ഒരിക്കൽ എന്നെ പോലെ ഇങ്ങനെ ഒന്ന് തകർക്കുക, ദൈവമക്കളെ വേല പോലൊരു വേറൊരു വേലയില്ല. പ്രസംഗമൊക്കെ കത്തിക്കയറി. യോഗം കഴിഞ്ഞപ്പോൾ ഒരു സാധുവായ ഒരു മനുഷ്യനെടുത്ത്, ദൈവദാസനെ, അങ്ങയുടെ ആലോചനകൾ എന്നെ വളരെ സ്പർശിച്ചു, അങ്ങ് ചെയ്യുന്ന വേല പോലെ മറ്റൊരു വേലയില്ല. എന്നിട്ട് പറഞ്ഞു, അങ്ങയ്ക്കൊരു മകളുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ മകൻ വടക്കേ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ സുവിശേഷ വേല ചെയ്യുന്ന ഒരു സുവിശേഷകനാണ്. അങ്ങയുടെ മകളുമായിട്ട് ഒരു വിവാഹാലോചന നടത്തിയാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹം. അയ്യോ, അത് അവർക്ക് വേണ്ടി ഞാൻ എഞ്ചിനീയേഴ്സിനെയോ ഡോക്ടേഴ്സിനെയോ ഒക്കെ അന്വേഷിക്കുന്നു. വലിയ വേല, സുവിശേഷ വേല. ഗ്ലോറി. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ പിള്ളേരെ ഒന്നും നേരാനൊന്നും ഞാൻ പറയുന്നില്ല. ഒറ്റ ഒരാളേലും കർത്താവേ, എൻ്റെ തലമുറയെ നിന്റെ വേലയ്ക്ക് ഉപയോഗിക്കണമെന്ന് ഈ 20 ദിവസം കൊണ്ട് വീട്ടിലിരുന്നോ ഇവിടെ ഇരുന്നോ വല്ലവും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ യോഗം കഴിഞ്ഞൊന്ന് കാണണം. നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പിള്ളേർ അങ്ങനെ പ്രാർത്ഥിച്ച പിള്ളേരുണ്ട്, അവരെയും കൊണ്ടുപോയി അനുഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിക്കാം. ഞാൻ ചെയ്യണമെന്നില്ല, കർത്താവിൻ്റെ ദാസൻ ചെയ്താൽ. എൻ്റെ അപ്പന് 4 മക്കളാ. ആരെയും നേർന്നില്ല. പക്ഷേ എൻ്റെ അപ്പൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും മുഴങ്ങുന്നതൊന്നുണ്ടായിരുന്നു. വടക്കേ ഇന്ത്യയുടെ മണ്ണിലെ സുവിശേഷത്തിൻ്റെ സകല ത്യാഗവും അനുഭവിച്ച് എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, എനിക്ക് നീ തന്ന 4 നിന്റെ വേലയ്ക്ക് ഉപയോഗിക്കണം. അതിൽ 2 പൂർണ്ണമായിട്ട് ദൈവം അങ്ങ് വേർതിരിച്ചു. ഇനി 2 ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ഇടയിൽ അടുത്ത നാളുകളിൽ ഏറ്റവും ദാരിദ്ര്യം വരാൻ പോകുന്നത് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാം? എന്തിനു വേണ്ടിയാണെന്നറിയാം? എന്തിനാ ദാരിദ്ര്യം വരാൻ പോകുന്നതെന്നറിയാം? സുവിശേഷകന്മാർക്ക്, പാസ്റ്റർമാരെ കിട്ടാനില്ലാതെ വരാൻ പോവാ. കേരളത്തിലെ ബൈബിൾ സ്കൂളുകളെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ? ഞാൻ പഠിച്ച സെമിനാരി, ഞാൻ പഠിക്കുന്ന കാലത്ത് 350 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറഞ്ഞു വന്ന് 150-ലായി. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനത്തിൽ അത്രയും കുറവാണെങ്കിൽ, ചർച്ച് ഓഫ് ഗോഡിന്റെ മുളക്കട ബൈബിൾ സ്കൂളിൽ 1200 സഭകളുള്ള കേരള സ്റ്റേറ്റിലെ ബൈബിൾ സ്കൂളിൽ 7 പിള്ളേരെ ഈ വർഷം പഠിക്കാൻ കിട്ടിയത്. കണക്കുകൾ അനുസരിച്ച് ഒരു ദിവസം 50,000 വിശ്വാസികൾ യേശുവിനെ സ്വീകരിച്ച് മുന്നോട്ട് വരുന്നു എന്നാണ് കണക്ക്. 100 പേർക്ക് ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ എത്ര പാസ്റ്റർമാർ വേണം ഒരു ദിവസം? പറ, ഒരു ദിവസം എത്ര പാസ്റ്റർ? കണക്ക് കൂട്ട്. എത്ര വേണം? 100 പേർക്ക് വെച്ചാൽ 500 പാസ്റ്റർമാര് ഒരു ദിവസം വേണം. ഇൻറ്റു 365. ലോകത്തിലുള്ള മുഴുവൻ സെമിനാരിയിൽ നിന്നും അരിച്ചു പറക്കിയെടുത്താലും 5% പോലും തികയത്തില്ല. പോട്ട് ആ കണക്കും പറഞ്ഞുകൊണ്ടിരുന്ന ദൈവദാസൻ പറഞ്ഞ സമയത്തിന്റെ പരിമിതികളാകുന്നു. ഒറ്റ കാര്യം പറയാം, എല്ലാവരും പൂർണ്ണസമയ സുവിശേഷകരാകുന്നില്ല.
അതിന് വിളിയുള്ളവരത് ചെയ്യട്ടെ. പക്ഷേ നിനക്കിതിൽ നൊഴിഞ്ഞിരിക്കാൻ അവകാശമില്ല. യു ഹാവ് നോ എക്സ്ക്യൂസ്. അത് വാക്കുകളിലൂടെ ആയാലും പ്രാർത്ഥനയിലൂടെ ആയാലും പണം കൊടുക്കുന്നതിലൂടെ ആയാലും നിന്റെ തലമുറയെ ദൈവത്തിന്റെ കരങ്ങളിൽ അതിനുവേണ്ടി സമർപ്പിക്കുന്നതിലൂടെ ആയാലും ഐ ഹാവ് എ പാർട്ട് ടു പ്ലേ. എനിക്ക് പങ്കാളിത്തം വഹിക്കാൻ സുവിശേഷ ദൗത്യത്തിൽ ഒരു പാർട്ടുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കും. പ്രിയ സഹോദരിമാരെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പണ്ട് മാതാക്കളാണ് പിതാക്കളെക്കാളുപരി കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ വയറ്റിക്കിടക്കുമ്പം തന്നെ ആ വയറെ കൈവച്ചിട്ട്, കർത്താവ് എൻ്റെ ഉദരത്തിലുള്ളത് ആണോ പെണ്ണോ, ഇന്ന് ആദ്യമേ അറിയാം, ആണോ പെണ്ണോ അറിഞ്ഞുകൂടാ, എങ്കിലും അങ്ങേക്കായി ഞാൻ തരുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച അമ്മമാരുടെ തലമുറകളെ ദൈവം ഈ ഭൂമിയിൽ അത്ഭുത വിഷയങ്ങളാക്കിയിട്ടുണ്ട്. ചിലരോടുള്ള ദൈവത്തിന്റെ ദൂത ഞാൻ വിളിച്ചു പറയുന്നത്, നിന്റെ തലമുറയെ നീ കർത്താവിന് എറിഞ്ഞുകൊടുക്ക. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളെക്കാൾ ഉപരി കർത്താവിന് വേണ്ടി ഒരു നക്ഷത്രത്തെ പോലെ ജ്വലിക്കാൻ നിന്റെ തലമുറയ്ക്ക് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യമില്ലെന്ന്. Be a partaker of his mission. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാന ദൂത് വന്ന് ഞാൻ അവസാനിപ്പിക്കുക. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അത് പറഞ്ഞാൽ നിങ്ങളുടെ മൂടാകെ പോകും. എന്താണെന്നറിയോ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും, in as much as you are partakers of Christ's suffering. കഷ്ടത വേണ്ടി ആരിലൂടെ ഉണ്ടോ? ഇപ്പൊ കഥ പറഞ്ഞ് ഇറങ്ങിപ്പോക്കളെ. കഷ്ടത വേണ്ടി ആരെങ്കിലും ഉണ്ടോ? ഒരാൾ പോലും കാണത്തില്ല. കർത്താവേ, നീ എനിക്ക് തന്ന കഷ്ടതയ്ക്കായി നന്ദി എന്ന് പറഞ്ഞ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടായിരിക്കും. എന്നാൽ ഇന്നും കൃപയിൽ നമ്മെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ അനുഗ്രഹങ്ങളെക്കാൾ നമ്മുടെ കഷ്ടതകളാണെന്ന് പറയുമ്പോൾ അതിന് സ്തോത്രം ചെയ്യണം. കഷ്ടത ദൈവം തരാതെ അനുഗ്രഹം തന്നെ തന്നിരുന്നെങ്കിൽ നമ്മളാരും ഇന്ന് ഈ കൃപയിൽ ഉണ്ടാകുമായിരുന്നില്ല. കഷ്ടത എൻ്റെ അവകാശമാണെന്ന് പൂർവ്വപിതാക്കന്മാർ പറഞ്ഞതുപോലെ ക്രിസ്തുവേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനോടുകൂടെ കഷ്ടം അനുഭവിപ്പാനും നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. ഈ സമൃദ്ധിയുടെ ദൈവശാസ്ത്രം പ്രസംഗിക്കുന്ന തലമുറയുടെ നടുവിൽ കഷ്ടത ആർക്കും വേണ്ട, ശോധന ആർക്കും വേണ്ട. ഒരിക്കൽ ഞാൻ പ്രശസ്തനായ ഒരു പ്രസംഗകന് വേണ്ടി ഒരു 22 വർഷം മുമ്പ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്തനാപുരം ടൗണിൽ. ആ പരിഭാഷയ്ക്കടുത്ത ഇടയ്ക്ക് അദ്ദേഹം വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്കതിനോട് യോജിക്കാൻ പറ്റിയില്ല. എൻ്റെ കൊച്ചുപ്രായമാണ് എങ്കിൽ പോലും എനിക്ക് യോജിക്കാൻ പറ്റിയില്ല. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനിടയിൽ തന്നെ എൻ്റെ മൈക്ക് അടുത്ത ദിവസം തൊട്ട് ഇവനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എനിക്കെന്നാ? പുള്ളി സംഘാടകരോട് പറഞ്ഞു, നാളെ തൊട്ട് ഇവനെ എനിക്ക് ട്രാൻസ്ലേഷന് വേണ്ടെന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന കൊയർ ഒരു പാട്ട് പാടി, അവനെ അമിതം സ്നേഹിപ്പാൻ അധികം തരും. നിങ്ങൾ എങ്ങനെ ഇവിടെ പാടുന്നേ? അധികം തരും. നിങ്ങൾ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം നിർത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? പക്ഷെ ആ മഹായോഗത്തിൽ കൊയർ അങ്ങനെ പാടുമ്പോൾ ആ പ്രസംഗം പറഞ്ഞു നിർത്തടാന്ന് പറഞ്ഞു. അവർ നിർത്തി. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പാട്, അവനെ അമിതം സ്നേഹിപ്പാൻ അധികം തരും അനുഗ്രഹങ്ങൾ എന്ന് പാടാൻ പറഞ്ഞു. സാധുക്കളല്ലേ, കാശ് കൊടുത്ത് വിളിച്ച ടീമാ, നിങ്ങളുടെ കൂട്ട് അല്ലാത്തോണ്ട് അവരങ്ങനെ പാടി. അവനെ അമിതം സ്നേഹിപ്പാൻ അധികം തരും. കർത്താവ് അധികം തന്നോണ്ട് അധികം സ്നേഹിച്ച് ആരിലും ഉണ്ട് എന്ന് കൈ പൊക്കണേ? വേണ്ട, പൊക്കണ്ട. അധികം കിട്ടിയപ്പോ കർത്താവിനോട് സ്നേഹം കൂടി ഒറ്റ ഒരെണ്ണമേലും ഉണ്ടോ? അഞ്ഞനെ വിട്ട് നോക്കിയാൽ ഇതിനകത്തൊന്നും ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. കൂടുതൽ കിട്ടിയപ്പോ സ്നേഹം കുറഞ്ഞതല്ലാതെ ആരുടെയും കൂടിയിട്ടൊന്നുമില്ല. കൊട്ടക്കണക്കിന് കിട്ടുമ്പോഴല്ല തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് അനുഗമിക്കുന്ന സമയത്ത് ആ ക്രൂശിന്റെ അനുഭവമായിട്ട് നമുക്ക് വഹിക്കാൻ കഴിയുന്ന അവന്റെ കഷ്ടങ്ങളുടെ പങ്കാളിത്തം. സുഖമായി ശുഭമായി ഒക്കെ ഇരിക്കുന്നത് നല്ലതാ. ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് വി ആർ ക്രോസ് ബെയറേഴ്സ്. ക്രൂശുവാഹികളാ നമ്മളെന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്.
ഒരിക്കലും മറന്നു പോകരുത്. 5 മിനിറ്റ്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ അങ്ങ് വിടുകയാണ്. ലാസ്റ്റ് അവസാനമായിട്ട് നമുക്കൊരു പങ്കാളിത്തമുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് 2 തെസ്സലോനിക്ക ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 2 Thessalonians chapter 2 verse 14. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഇതുവരെയുള്ളതൊക്കെ ഇപ്പോൾ നമ്മൾ ഇവിടെ അനുഭവമാക്കുന്നതാണ്. എന്നാൽ നമുക്ക് ഒരു പങ്കാളിത്തം കിട്ടും. അതെന്തിന്റെ പങ്കാളിത്തമാണെന്നറിയാം? നമ്മുടെ കർത്താവിന്റെ മഹത്വത്തിന്റെ പങ്കാളിത്തം. അത് വേണോ? അപ്പന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾ ആരെ പോലെ ഇരിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? പറ. എൻ്റെ മോൻ എൻ്റെ ഭാര്യയെ പോലെ ഇരിക്കണമെന്ന് പറയുന്ന അച്ചായന്മാരാരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇവർ പെട്ടെന്നൊന്നും അങ്ങനെ പറയത്തില്ല. എൻ്റെ സഭയിലും അങ്ങനെ സഹോദരന്മാർ പെട്ടെന്ന് കയറി മറുപടി പറയത്തില്ല. സഹോദരിമാരോ അമ്മമാരോ പറയും, നിങ്ങളുടെ പിള്ളേർ ആരെ പോലെ ഇരിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? പറ സഹോദരി. അയ്യോ, ഇതിനെന്നാ ഇത്ര വലിയ ഭാരം? കണ്ടോ, ഒരു വടംവലിയുണ്ട്. അങ്ങനാണല്ലോ, കുഞ്ഞുണ്ടായി കാണാൻ ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്തുവാ? പണ്ടാന്നേ ആണാന്നോ പെണ്ണാന്നോ എന്നൊക്കെ ചോദിക്കും. ഇപ്പം അത് ചോദിക്കേണ്ട കാര്യമില്ല, മുന്നമേ നമ്മൾ അറിഞ്ഞു. പിന്നെ അടുത്തത് എന്തുവാ? അപ്പനെ പോലാന്നോ അമ്മയെ പോലാന്നോ? അമ്മയെ പോലാന്ന് പറഞ്ഞാലും പറയും, ആ ചെവി നോക്കിയേ, അല്ലേ? അല്ലെ മൂക്ക് നോക്കിയേ. ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ ചിലപ്പോൾ പറയും, അല്ല പിള്ളേർ വളർന്നു വരുമ്പോൾ മാറും കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നത്. നമ്മുടെ ഇഷ്ടം, ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ ഭാര്യയെ പോലെ എൻ്റെ പിള്ളേർ ഇരുന്നോട്ടെന്ന് ഞാനങ്ങ് വിചാരിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട്, എന്നെ പോലെ ആകണം എല്ലാറ്റിലും. അല്ലെങ്കിൽ കണ്ടാലേ എന്നെ റമോന മോളാന്നൊക്കെ പറയുമ്പം തന്നെ, അല്ലേ, നമുക്കൊരു അഭിമാനമില്ലേ? ഞാനിത് ചുരുക്കി പറയുന്നത് എന്തിനാണെന്നറിയാം? നമ്മുടെ അപ്പനൊരാഗ്രഹമുണ്ട് നമ്മളെപ്പോലെ ആകണമെന്ന്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി വരാം. ആ ബാക്ക്ഗ്രൗണ്ടിൽ പോകണം, പക്ഷേ സമയം എന്നെ അനുവദിക്കുന്നില്ല. ചുരുക്കം വാക്കുകളെ പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷെ യോഹന്നാൻ 17:22 കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. നീ തന്ന എൻ്റെ മഹത്വം ഞാൻ എന്ത് ചെയ്തെന്നറിയാം? അവർക്ക് കൊടുത്തു. ഓൾറെഡി ദാറ്റ് ഗ്ലോറി ഈസ് ഗിവൻ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക്. ദൈവമക്കളെ, നിങ്ങൾക്ക് ഞാൻ 2-3 മിനിറ്റ് എടുത്തോട്ടെ? നിങ്ങളുടെ അനുവാദത്തോടുകൂടി 2-3 മിനിറ്റ് കൂടെ എടുക്കുക കേട്ടോ. നിങ്ങളുടെ മുഖത്തൊരു ദൈവതേജസ് ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഒരു ദൈവതേജസ് എൻ്റെ മുഖത്തുണ്ടെന്നുണ്ടോ? ആ ചിന്തയുണ്ടെങ്കിൽ അധിക കൃത്രിമത്വം കാണിക്കാൻ നമ്മൾ പോകുമോ? സൗര്യമാരനോട് ഇപ്പൊ പിണങ്ങുമെന്ന് എനിക്കറിയാം. പാപത്താൽ നഷ്ടപ്പെട്ടു പോയ ആ തേജസ്, അതിൻ്റെ ആ കോംപ്ലക്സ് അകത്ത് കിടക്കുന്നോണ്ടാ നമുക്ക് എന്തേലുമൊക്കെ ഒപ്പിച്ചു വെച്ചേച്ച് ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കണമെന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാകും. അതേസമയം ദൈവമഹത്വം എൻ്റെ മുഖത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പിന്നെ ഒരു വിഷയവും ഇല്ല. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിൽ ഒരു ശുശ്രൂഷയ്ക്കായി കടന്നു ചെന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ചേർന്ന് രാവിലെ അവിടുത്തെ ബാർബർ ഷോപ്പിൽ പോയി. ഇതുപോലെ വെള്ളയുടുപ്പൊന്നും ഇട്ടുകൊണ്ടല്ല പോയത്. ഞാനൊരു സാധാരണ ടീഷർട്ട് ഇട്ടുകൊണ്ട് മുടി വെട്ടാൻ പോയതാ. അവിടെ ചെന്ന് വെയിറ്റിങ്ങിലിരുന്നു. എൻ്റെ ടേൺ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ആ സീറ്റിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു തുണിയൊക്കെ പുതപ്പിച്ച് വെച്ച് എൻ്റെ മുടി വെട്ടി തരേണ്ടതിന് പകരം ആ മനുഷ്യൻ എന്നോട് ചോദിക്കുക, വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ? ഞാൻ ചോദിച്ചു, വൈ? വാട്ട്സ് യുവർ പ്രൊഫഷൻ? ഇവൻ പിന്നെ ചോദിക്കുക, വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ? നിവർത്തിയോട് കൊണ്ട് ഒടുവിൽ ഞാൻ പറഞ്ഞു, ഐ എം എ പാസ്റ്റർ. ഉടനെ ഞാൻ പറയുക, ദാറ്റ്സ് വൈ ഐ ആസ്ക്ഡ്, there is a glory in your face. നിങ്ങൾ കണ്ടില്ല, അതൊന്നും എനിക്കറിയാം. ഞാൻ മുടി വെട്ടിയിറങ്ങി അവിടെ നിന്ന് ആദ്യം എൻ്റെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്തു. 10-16 കൊല്ലമായി എൻ്റെ കൂടെ താമസിച്ചിട്ട് ഇന്ന് വരെ എൻ്റെ മുഖത്തുള്ള തേജസ് നീ കണ്ടോ? പക്ഷേ കാനഡയിലെ ബാർബർ എൻ്റെ മുഖത്തെ തേജസ് കണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായോ? എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല.
പക്ഷെ ഇപ്പോഴേ ഒരു തേജസ് നമ്മുടെ ഒക്കെ മുഖത്തുണ്ട്. വാരി വലിച്ചൊന്നും തേച്ചിട്ടില്ലെങ്കിലും, വടിച്ചു മാറ്റിയൊന്നും കാര്യം ചെയ്തിട്ടില്ലെങ്കിലും, കളറൊന്നും മാറ്റിയിട്ടില്ലെങ്കിലും എൻ്റെയും നിന്റെ മേലും വ്യാപരിക്കുന്ന ഒരു ദൈവ തേജസ്സുണ്ട്. സ്തോത്രം. എന്നാൽ ഇതൊന്നും കൊണ്ട് തീരുന്നതല്ല. ഈ തേജസ് മാറും. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് എന്ന് പറഞ്ഞാൽ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച്, സ്തോത്രം, അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം. സ്തോത്രം. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമ ധരിക്കുന്ന ഒരു അനുഭവം. ഇതൊന്നും മനുഷ്യവാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റത്തില്ല. ഡിക്ഷണറിക്കകത്തുള്ള വാക്കുകൊണ്ടൊന്നും ഇത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അത്ര വലിയ തേജസ എന്നെയും നിന്നെയും കാത്തിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഓ ഹല്ലേലൂയ! എത്ര ദൈവമക്കൾക്ക് പ്രത്യാശ ഇന്ന് രാത്രി അകത്തുണ്ട്. ഒരു വാചകം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ പാട്ടിന്റെ 2 ചരണം പാടിക്കോ സഹോദരന്മാരെ. ഈ പാട്ട് വെട്ടമല ഫിലിപ്പോസ് ഉപദേശി പാടിയ പാട്ടാ. ആ പാട്ട് അതെന്താ അറിയാമോ? ഒരു വിവാഹത്തിന് വിളിക്കപ്പെട്ടവനെങ്കിലും താൻ അവിടെ ചെന്ന് പന്തിയിൽ കയറിയിരിക്കുമ്പോൾ കറുത്തവനാണെന്ന് പറഞ്ഞ് ആ പന്തിയിൽ നിന്ന് അവൻ ആ ദൈവത്തിന്റെ ദാസനെ പിടിച്ചിറക്കി വിട്ടപ്പോൾ നുറുങ്ങിയ ഹൃദയത്തോടെ വിതുമ്പുന്ന ചുണ്ടുകളോടുകൂടെ അന്തരാത്മാവിൽ ദൈവാത്മാവ് നൽകിയ ആ പാട്ടിന്റെ ചരണം ആ ഭക്തൻ പാടി കരഞ്ഞുകൊണ്ട് നടന്നു. മറ്റൊന്നുമല്ല, നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ എന്നിരുൾ നിറം മാറിടുമേ. കറുത്തവനാണെന്ന് പറഞ്ഞ് കല്യാണ പന്തലിൽ നിന്ന് പിടിച്ചിറക്കി വിട്ടപ്പോൾ ആ ഭക്തൻ പാടുകയാണ്, നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ എന്റെ ഈ കറുപ്പ് മാറും, എന്റെ ഈ ഇരുൾ നിറം മാറും. എന്നിട്ട് അടുത്ത വരി താൻ പാടിയത്, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ കൂടവെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. ഇവിടെ എന്നെ പിടിച്ചിറക്കി വിട്ടു, എന്റെ നിറം നോക്കി. എന്നാൽ രാജരാജ പ്രതിമയെ ധരിപ്പിച്ച് എന്നെ പിടിച്ച് കൂടെ ഇരുത്തുന്ന എന്റെ രാജാവ് വേഗം വരൂ. ഓ നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ ഇരുൾ നിറം മാറുവേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ ഇരുൾ നിറം മാറിടുവേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ കൂടവെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. കൂടവെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനാ തേജസ്സിൽ വെളിപ്പെടുവേ. ഓ എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനാ തേജസ്സിൽ വെളിപ്പെടുവേ. താമസമെന്നിയെ വേഗത്തിൽ വരും താൻ, താമസമെന്നിയെ വേഗത്തിൽ വരും താൻ. താന്തയമെന്നെയും ചേർത്തിടും നിശ്ചയം, താന്തയമെന്നെയും ചേർത്തിടും നിശ്ചയം. യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുഭാരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. ഓ യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുഭാരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. ഓ ശോഭിത പട്ടണത്തിൽ മൂത്തുകളാലുള്ള, ശോഭിത പട്ടണത്തിൽ മൂത്തുകളാലുള്ള വീടൊന്നു തീർത്തിട്ടു വേഗത്തിൽ വരുവാൻ, വീടൊന്നു തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ. പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുവേ. ഓ എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുവേ. അവൻ ആനന്ദപുരത്തിലെ വാസം ഞാൻ നോക്കുമ്പോൾ യുഗത്തിലെ കഷ്ടം സാരമോ. അവൻ ആനന്ദപുരത്തിലെ വാസം ഞാൻ നോക്കുമ്പോൾ യുഗത്തിലെ കഷ്ടം സാരമോ. അവൻ പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും. സ്വർഗീയ സന്തോഷം
എന്തിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുമേ. ഓ എന്തിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുമേ. അവൻ സന്തമക്കിട്ട് അന്തമില്ലായുകം കാന്തനുമായി വാഴുവാ. ഓ സന്തമക്കിട്ട് അന്തമില്ലായുകം കാന്തനുമായി വാഴുവാ. ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ. ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ. എന്തിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമ. എന്തിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമ. എന്തിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുമേ. ഓ എന്തിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുമേ. അമ്മ നീതി സൂര്യൻ വരുമ്പോൾ തന്ത്രമയിൽ ഇരുൾ നിറം മാറിടുമേ. ഓ നീതി സൂര്യൻ വരുമ്പോൾ തന്ത്രമയിൽ കാന്തയാൽ ഇരുൾ നിറം മാറിടുമേ. അമ്മ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചു തന്നെ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചു തന്നെ അമ്മ കൂടവേ ഇരുത്തുന്ന രാജാവ് വേണം. ഓ കൂടവേ ഇരുത്തുന്ന രാജാവ് രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുമേ. എന്തിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുമേ. അമ്മേ യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നു കാൽവരിയിൽ കടന്നുപോയവേ. ഓ യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നു കാൽവരിയിൽ കടന്നുപോയവേ. അവൻ ശോഭിത പട്ടണത്തിൽ മുറുത്തുകളാകുക. ശോഭിത പട്ടണത്തിൽ മുറുത്തുകളാകുക. പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുമേ. ഓ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുമേ. ആനന്ദപുരത്തിലെ വാസം ഞാനെത്തുമ്പോ യുഗത്തിലെ കഷ്ടം സാരമോ. വാസം ഞാനോടുമ്പോൾ യുഗത്തിലെ കഷ്ടം സാരമോ. അന്ന് പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും സ്വർഗീയ സന്തോഷം സ്വർഗീയ സന്തോഷം Jana